മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്ന് ഓഗസ്റ്റ് 12 റെയിൽവേയുടെ പുതിയ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് CN നമ്പർ 07/2024 മിനിസ്റ്റീരിയൽ നോട്ടിഫിക്കേഷന്റെ എക്സാം ഡേറ്റ് ഇതാ വന്നേക്കാണ്. ഇവിടെ നോക്കുക, എക്സാം വരുന്നത് 10 സെപ്റ്റംബർ മുതൽ 12 സെപ്റ്റംബർ വരെയാണ് എക്സാം വരുന്നത്. 10 സെപ്റ്റംബർ മുതൽ 12 സെപ്റ്റംബർ വരെയുള്ള 3 ദിവസങ്ങൾ കൊണ്ടാണ് മിനിസ്റ്റീരിയൽ നോട്ടിഫിക്കേഷന്റെ എക്സാം റെയിൽവേ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി റെയിൽവേയുടെ മുമ്പിൽ ഒരൊറ്റ പരീക്ഷ മാത്രമേ മുമ്പിലുള്ളൂ. ഏതാണത്? ഗ്രൂപ്പ് ഡി ആണ്. ഗ്രൂപ്പ് ഡി. ഇവിടെ നോക്കുക, എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ഇതാണ്: എന്ന് ഗ്രൂപ്പ് ഡി എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം? ഒക്ടോബർ എന്നുള്ളത് നേരത്താകാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് ആ പോസിബിലിറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ മക്കളെ നോക്കിയടാ, നമ്മൾ റെയിൽവേ നോട്ടിഫിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ, പ്രധാന നോട്ടിഫിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഒന്നാമതായിട്ട് വരുന്നത് CEN നമ്പർ 05/2024 ആണ്. ഇത് റെയിൽവേയുടെ ഗ്രാജുവേറ്റ് NTPC എക്സാം ആണ്. NTPC ഗ്രാജുവേറ്റ് ആണ്. CBT1 എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. CBT2ന്റെ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അടുത്ത് വരുന്ന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അടുത്ത എക്സാം ഡേറ്റ് വന്നത് CN 06/2024 ആണ്. ഇത് NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ആണ്. NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം വരുന്നത് ഓഗസ്റ്റ് 7 മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള തീയതികളിലാണ് NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തിപ്പോൾ ഡേറ്റ് വന്നിരിക്കുന്നത് CN നമ്പർ 07/2024 മിനിസ്റ്റീരിയലാണ്. മിനിസ്റ്റീരിയൽ എന്നാണ് എക്സാം വരുന്നത്? 10 സെപ്റ്റംബർ മുതൽ 12 സെപ്റ്റംബർ വരെ എക്സാം വരുന്നു. ഇനി അടുത്ത മുമ്പിലുള്ള ഒരൊറ്റ നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. CN നമ്പർ 08/2024. ഏതാണത്? ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ. അപ്പൊ നോക്കാം, ഇവിടെ റെയിൽവേ CN നമ്പർ 05ന്റെ എക്സാം ഡേറ്റ് കഴിഞ്ഞായിരുന്നു. CN നമ്പർ 06 എക്സാം ഡേറ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. CN നമ്പർ 07 ഇപ്പോ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അടുത്തതിന് മുമ്പിലുള്ളത് ആര് മാത്രമേ ഉള്ളൂ? CN നമ്പർ 08/2024 ഗ്രൂപ്പ് ഡി എക്സാം മാത്രമേ മുമ്പിലുള്ളൂ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്നു: എന്ന് നമുക്ക് ഈ ഗ്രൂപ്പ് ഡി എക്സാം പ്രതീക്ഷിക്കാം? അപ്പൊ ഇവിടെ എന്ന് എക്സാം പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ മക്കളെ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചോളാം. ഒന്ന്, ഒരു കേസ് കിടപ്പുണ്ട്. ഒരു ഗ്രൂപ്പ് ഡിയുടെ ഒരു കേസ് ഹൈക്കോടതിയിൽ നിന്ന് മാറി ഇപ്പോൾ കാറ്റിൽ കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഈ കേസ് ആരുടെ കയ്യിലായിരുന്നു? കാറ്റിന്റെ കയ്യിലായിരുന്നു. കാറ്റിൽ നിന്ന് നേരെ എങ്ങോട്ട് പോയി? ഡൽഹി ഹൈക്കോർട്ടിലേക്ക് ഈ കേസ് പോയി. ഈ ഡൽഹി ഹൈക്കോർട്ടിന്റെ മുകളിലാണ് ആര് വരുന്നത്? സുപ്രീം കോർട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം ഈ കേസ് കാറ്റിന്റെ കയ്യിലായിരുന്നു. കാറ്റിൽ നിന്ന് നേരെ എങ്ങോട്ട് പോയി? ഡൽഹി ഹൈക്കോർട്ടിലേക്ക് പോയി. അപ്പൊ ഡൽഹി ഹൈക്കോർട്ട് അവസാനം വിധി പറയാനുള്ളത് ജൂലൈ 26-നായിരുന്നു. ഇതിന്റെ വിധി പറയാൻ വേണ്ടി അവർ മാറ്റിവെച്ചിരുന്നത്. പക്ഷെ അന്ന് 4ാമത്തെ ശനിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ജൂലൈ 28-ന് ഈ കേസ് ഡിസ്പോസ് ആയി. നമ്മൾ സ്റ്റാറ്റസ് കയറി നോക്കുകയാണെങ്കിൽ കേസ് ഡിസ്പോസ്ഡ് ആണ്. മീൻസ് വീണ്ടും ഈ ഹൈക്കോർട്ട് എന്ത് ചെയ്തു? ഹൈക്കോർട്ട് ഈ കേസ് ആരുടെ കയ്യിലോട്ട് കൊടുത്തായിരുന്നു? കാറ്റിന്റെ കയ്യിലോട്ട് വീണ്ടും കൊടുത്തായിരുന്നു. ഇപ്പോ കാറ്റാണ് ആ കേസ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. മാത്രമല്ല, ഹൈക്കോർട്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം കൂടെ കൊടുത്തു: 1 മാസത്തിനകത്ത് തന്നെ എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യണം? തീരുമാനിക്കണം. ഓക്കെ, ജൂലൈ 28, 1 മാസം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 28 ആണ്. സോ ഓഗസ്റ്റ് 28-നകത്ത് വെച്ച് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേറെ സംഭവിക്കാനോ മാറ്റം വരാനോ ഒന്നുമില്ല. മീൻസ് 1,12,00,000 ആൾക്കാരാണ് ഈ എക്സാം അപ്ലൈ ചെയ്തേക്കുന്നത്. 1,12,00,000 ആൾക്കാർ. ഇപ്പൊ റെയിൽവേ ഇത്ര ആൾക്കാർക്ക് കാശൊക്കെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കേസാണ്. ഒരിക്കലും നമ്മൾ അതൊന്നും ഫോക്കസ് ചെയ്തിരിക്കരുത്, അത് ചിന്തിച്ചിരിക്കരുത്. ഒരു ക്വാളിഫിക്കേഷനിൽ ഒന്നും മാറാൻ പോകുന്നില്ല. കാരണം റെയിൽവേ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പൊ ആ പൊതുമേഖലാ സ്ഥാപനത്തിന് തീരുമാനിക്കാം ക്വാളിഫിക്കേഷൻ ഓരോ സമയത്തും എന്ത് വേണം. മാത്രമല്ല, ഇത് ഇന്ത്യയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് ഇന്ത്യയാണ്. അതിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അപ്പൊ ക്വാളിഫിക്കേഷനിലോ ബാക്കി ഒന്നുമില്ല, ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. സോ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓഗസ്റ്റ് 28-ന് മുമ്പ് എന്തെങ്കിലും ഒരു സാധനം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോടതിയുടെ ഭാഗത്ത് നിന്ന്. അത് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എക്സാം നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാൻ പറ്റുന്ന തീയതി എന്ന് പറഞ്ഞാൽ, നോക്കുക, ഇപ്പോൾ ഓൾറെഡി എക്സാം എന്ന് വരെ ഉണ്ട്. 12 സെപ്റ്റംബർ വരെ ഇപ്പോൾ എക്സാം ഉണ്ട്. അതായത് ഈ 07/2024 മിനിസ്റ്റീരിയൽ എക്സാം കിടപ്പുണ്ട് 12 സെപ്റ്റംബർ വരെ. അത് കഴിഞ്ഞ് നോക്കുക, ഈ 8 സെപ്റ്റംബർ മുതൽ 18 സെപ്റ്റംബർ വരെ CHSL എക്സാം നടക്കാൻ പോവുകയാണ്. ഇനി മാറുമോ ഇല്ല എന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതേപോലെ CGL എക്സാം ഇപ്പൊ മാറിയിട്ടുണ്ട്. സെപ്റ്റംബറിലെ ഫസ്റ്റ് വീക്കിലേക്ക് അല്ലെങ്കിൽ സെപ്റ്റംബറിലേക്ക് അത് മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു 8 മുതൽ 18 വരെയൊക്കെ CHSLന്റെ സമയമായിരിക്കും. അതുവരെയൊക്കെ ആ സമയത്ത് റെയിൽവേക്ക് എക്സാം സെന്റർ കണ്ടുപിടിക്കാനും ബാക്കിയെല്ലാം ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും. സോ 18 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ സെപ്റ്റംബർ 18-ന് ശേഷം ഈ എക്സാം ഡേറ്റ് വേണമെങ്കിൽ കണ്ടീഷൻ നമ്പർ 1 ഇതാണ്: ഓഗസ്റ്റ് 28-നകത്ത് കോടതി എന്തെങ്കിലും ഒരു എക്സാം നടത്തിക്കോ, നമുക്ക് പിന്നെ നിയമനങ്ങൾ ബാക്കിയെല്ലാം പിന്നെ നോക്കാം, അല്ലെങ്കിൽ കേസ് ബാക്കി പിന്നെ നോക്കാം, നിങ്ങൾ എക്സാം കണ്ടക്ട് ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടൊരു വിധി വന്നാൽ
ഉറപ്പായിട്ടും എക്സാം ഇന്ന് നടക്കാൻ ചാൻസ് ഉണ്ട്. സെപ്റ്റംബർ 18 മുതൽ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. സെപ്റ്റംബർ 18 മുതൽ അങ്ങോട്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഈ ഒക്ടോബർ നവംബർ വരെ പറയുന്നു എന്ന് ചോദിച്ചാൽ 1,12,00,000 ആൾക്കാരാണ് മക്കളെ, 1, 2, 3 ഒന്നുമല്ല, 1,12,00,000 ആൾക്കാരാണ് ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാർക്ക് എക്സാം സെന്റർ കണ്ടെത്തുക, ഇത്രയും ആൾക്കാർക്ക് എക്സാം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഭഗീരഥ പ്രയത്നമാണ് അല്ലെ. ഇത്രയും ആൾക്കാർക്ക് എക്സാം കണ്ടക്ട് ചെയ്യണം. അപ്പൊ അതിനകത്ത് ചില എക്സാം സെന്ററൊക്കെ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാതെ വരാം, കമ്പ്യൂട്ടറൊക്കെ ഓൺ ആവാതിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതെന്ത് ചെയ്യും, വീണ്ടും ആ ഡേറ്റ് വീണ്ടും മറ്റൊരു ഡേറ്റിലേക്ക് മാറും. സോ ഇത് തീർക്കാനായിട്ട് ഒരു 2.5 മാസമെങ്കിലും റെയിൽവേക്ക് എന്തെടുക്കും, സമയമെടുക്കും. ഓക്കെ, അപ്പോൾ ഒരു സെപ്റ്റംബർ 18 ശേഷം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യം മുതലൊക്കെ നമുക്ക് എക്സാം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഇനി അത് കഴിഞ്ഞ് നീളാനുള്ള ചാൻസും ബാക്കിയെല്ലാം വളരെ കുറവാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, ഒക്ടോബർ ആണെങ്കിൽ നമ്മുടെ മുമ്പിൽ എത്ര ദിവസമുണ്ട്? ഇപ്പൊ ഈ ഓഗസ്റ്റ് എടുക്കുകയാണ്. ഓഗസ്റ്റ് ഇന്ന് 12ആണ്. ഈ മാസം ഇനി 19 ദിവസമുണ്ട്. അത് കഴിഞ്ഞ ഓഗസ്റ്റ് കഴിഞ്ഞ അടുത്ത സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ മാസം ഞാൻ ഒരു 20 എടുക്കുകയാണ്. സോ ഒരു 39 ദിവസം അല്ലെങ്കിൽ 40 ദിവസം മിനിമം നമുക്കൊരു സ്റ്റാർട്ടിങ്ങിനുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 40. ഈ 40 ഒന്നും ആയിരിക്കത്തില്ല, എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഒരു ഒക്ടോബറിലൊക്കെ ആയിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. മിനിമം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 50 ദിവസം നമ്മുടെ പ്രിപ്പറേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. 50 ദിവസം നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ 50 ദിവസം നല്ലൊരു അറ്റംപ്റ്റ് നിങ്ങൾ കൊടുക്കുക. ആ 50 ദിവസം അടിപൊളിയായിട്ട് പഠിക്കുക. അത് പഠിക്കാൻ ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഈ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, എന്തുകൊണ്ട് ഈ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്ന് ചോദിച്ചാൽ മക്കളെ, റീസൺ ഇതേ ഉള്ളൂ. മക്കളെ നോക്കുക, എന്തുകൊണ്ട് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ചെന്നൈയിലെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നോക്കി. ചെന്നൈയിലെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നോക്കുകയാണെങ്കിൽ അവിടെ 1,63,586 ആൾക്കാരാണ് UR കാറ്റഗറിയിൽ, ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. 1,63,000 ആൾക്കാർ അപ്ലൈ ചെയ്തേക്കുകയാണ്. അപ്പൊ അവിടെ നോക്കുക, 1,63,000 ആൾക്കാർ അവിടെ അപ്ലൈ ചെയ്തേക്കുകയാണ്. എത്ര വേക്കൻസി UR-നുണ്ട് നോക്കിയേ. ചെന്നൈയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ UR-ന് മാത്രം എടുക്കുകയാണെങ്കിൽ എത്ര വേക്കൻസിയാണുള്ളത്? 1,089 വേക്കൻസിയാണ് ആകെ ഉള്ളത്. സോ 1,63,000 ഡിവൈഡ് ബൈ 1,089 എന്നൊക്കെ പറഞ്ഞാൽ 1,089 എന്നൊക്കെ പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന 150 ഒരാൾക്ക് ജോലിയാണ്. അപ്ലൈ ചെയ്യുന്ന 150 ഒരാൾക്ക് ജോലി. അപ്പൊ ഇതിനകത്ത് ഈ ജനറൽ കാറ്റഗറിയുടെ കേസ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ജനറൽ സീറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിക്ക് മാത്രമല്ല, ഇപ്പൊ OBC ആയാലും SC ST ആയാലും ജനറൽ കട്ട് ഓഫിന്റെ മേളിൽ കയറി വരുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഇതിന് അവകാശം ഉന്നയിക്കാൻ പറ്റും. അതൊരു വലിയൊരു പ്രോസസ്സാണ്, ഞാനത് മൊത്തം പറയുന്നില്ല. എന്നാലും ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു 200 ഒരാൾക്ക് ജോലി അല്ലെങ്കിൽ 220 ഒരാൾക്ക് ജോലി, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. മനസ്സിലാക്കാം, അപ്ലൈ ചെയ്യുന്ന, പരീക്ഷ എഴുതാൻ പോകുന്നതെന്നല്ല ഞാൻ പറയുന്ന, മറിച്ച് അപ്ലൈ ചെയ്യുന്ന 200-ലും 250-ലും ഒരാൾക്ക് ജോലിയാണ്. അവിടെ മനസ്സിലാക്കണം, എത്ര പേര് പഠിച്ചിട്ട് പോകുന്നുണ്ട്. കുറച്ച് ആൾക്കാരെ പഠിച്ചിട്ട് പോകത്തുള്ളൂ. അതിൽ എത്ര ആൾക്കാർ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്നുണ്ട്, അതിലും കുറവായിരിക്കും. അതിൽ എത്ര ആൾക്കാർക്ക് ഫിസിക്കൽ എടുക്കാൻ പറ്റും, അതിനേക്കാളും കുറവായിരിക്കും. സോ സാധ്യത വളരെ 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 വലുതാണ് സാധ്യത. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പഠിച്ചാൽ ജോലി ഷുവറാണ്. അപ്പൊ അതുകൊണ്ട് 50 ദിവസം നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാനായിട്ട് അത് മതി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ മുമ്പിലുള്ള സ്ട്രാറ്റജി? മക്കളെ, നമ്മുടെ മുമ്പിലുള്ള സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ടോട്ടൽ 100 മാർക്കാണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്, 1.5 മണിക്കൂറാണ് എക്സാം സമയം. 1.5 മണിക്കൂർ. ഇപ്പൊ സെൻട്രൽ എക്സാംസ് ബാക്കിയുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ, SSC ഒക്കെ നോക്കുകയാണെങ്കിൽ 1 മണിക്കൂർ എക്സാം ടൈം വരുമ്പോൾ ഇവിടെ 1.5 മണിക്കൂറാണ് എക്സാം സമയം വരുന്നത്. അതിനകത്ത് നോക്കിയേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരുന്നു. സയൻസ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കാണ്. 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കാണ്. മാത്സ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. റീസണിങ് കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ, 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. ദെൻ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. അപ്പൊ ഇതിനകത്ത് GK ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ GK അധികം ഒന്നും പോയി ഫോക്കസ്ഡ് ആവരുത്. GK ആ ഏരിയക്കകത്ത് എന്ത് മാത്രം പഠിക്കുക, കറണ്ട് അഫയേഴ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. കറണ്ട് അഫയേഴ്സ് മൊത്തം തീർക്കാൻ നോക്കുക. അതിനുശേഷം GKയിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാത്രം എന്ത് ചെയ്താൽ മതിയാവും, പഠിച്ചാൽ മതിയാവും. അവിടെ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് സിലബസ് നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ നോക്കി, മാത്സിനകത്ത് ഇത്രയും ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, അതേപോലെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓൾജിബ്ര, geometry and trigonometry, then elementary stat, square root, age calculation, calendar, clock തുടങ്ങിയ ഒരു 15ഓളം ടോപ്പിക്കുകൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, മാത്സിൽ വരുന്നുള്ളൂ. അതേപോലെ തന്നെ റീസണിങ് നോക്കുകയാണെങ്കിലും അവിടെയും ഒരു 15 ടോപ്പിക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇതൊക്കെ ഒരു ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പിക്കുകൾ തീർക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ പറയുന്നത് പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നല്ല, അത് മേ ബി ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇനി കോടതി ഓഗസ്റ്റ് 28 പറയണം, ഇപ്പോഴും ഞാൻ അടുത്ത് വീണ്ടും 1 മാസത്തേക്ക് മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക്
നമുക്ക് എന്ത് കിട്ടും, പ്രിപ്പറേഷൻ ആയിട്ട് സമയം കിട്ടും. ഓക്കെ, അപ്പൊ പുതിയ ആൾക്കാരാണെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളവർക്ക് ഉറപ്പായിട്ടും ഇനി ശ്രമിച്ചാലും ഈ എക്സാമിന് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആഞ്ഞു പഠിച്ചോ. ഒരു കുഞ്ഞു സിലബസ് ആണ്. GK NTPC പോലെ 40 മാർക്കിനൊന്നുമില്ല, 20 മാർക്കിനേ ഉള്ളൂ. അതിൽ കൂടുതലും എന്തായിരിക്കും, കറണ്ട് അഫയേഴ്സ് ആയിരിക്കും വരുന്നത്. അവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്തോ, ഫോക്കസ് ചെയ്തോ. മീൻസ് ഇനി നമ്മൾ മുമ്പിലുള്ള കുറച്ച് സമയം എന്തായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒന്ന് മനസ്സിലാക്കാം. സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ഏരിയ നന്നായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ടൊരു ടൈമർ ഇടുക. ആ ടൈമറിനകത്ത് കൃത്യമായിട്ട് എല്ലാ ദിവസവും 5 മണിക്കൂർ വെച്ച് മാറ്റിവെക്കാം. മക്കളെ, ഞാൻ ഈ 5 മണിക്കൂർ എന്ന് പറയുന്നത് 5 or 6 മണിക്കൂർ വെച്ച് നിങ്ങൾ മാറ്റിവെക്കാം. ഈ 6 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ബുക്ക് തുറന്നു വെച്ചിട്ട് 6 മണിക്കൂറായി അടച്ചു വെച്ചിട്ട് പോവാം, അങ്ങനെയല്ല. ആ 6 മണിക്കൂറിൽ നിങ്ങൾ കൃത്യമായിട്ട് എൻഷുർ ചെയ്യണം എത്ര ടോപ്പിക്കുകൾ നിങ്ങളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റി, എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് തീർക്കാൻ പറ്റി, എത്ര ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കാൻ പറ്റി, കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ നോക്കി കൃത്യമായിട്ട് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതേപോലെ തന്നെ കൃത്യമായിട്ട് ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. അതായത് GKയിലെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ് സാധനങ്ങളൊക്കെ പഠിച്ച് വെറുതെ സമയം കളയരുത്. കാരണം 20 മാർക്ക് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതിൽ തന്നെ 10 മാർക്ക് ആര് കൊണ്ടുപോകും, കറണ്ട് അഫയേഴ്സ് കൊണ്ടുപോകും. ബാക്കി ഒരു 3 മാർക്ക് സ്ട്രാറ്റജിക്ക് കൊണ്ടുപോകും. ബാക്കി 7 മാർക്ക് എവിടെ നിന്ന് വേണം വരാം. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയം കളയരുത്. ഓക്കെ, അവിടെ മാത്സ്, റീസണിങ്, സയൻസ്, കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാം. എല്ലാ ദിവസവും 5ഉം 6ഉം ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കാം. കാര്യം മാത്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, റിവിഷൻ കൊടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം മറന്നു പോകും. അതേപോലെ തന്നെ മൈക്രോ നോട്ട്സ്, സൂപ്പർ നോട്ട്സ് എല്ലാ ബാച്ചുകളിലും മൈക്രോ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റീസൺ അവരുടെ റിവിഷൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എളുപ്പമാക്കാൻ പറ്റും. അതിനുവേണ്ടി തന്നെ മൈക്രോ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതിനുശേഷം ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ചെയ്യുക. എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഒരു ഫുൾ ടെസ്റ്റ് എങ്കിലും നിങ്ങൾ എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും, നമ്മുടെ കാൽക്കുലേഷൻ സ്കില്ല് നമുക്ക് കൂട്ടാൻ പറ്റും. ആ 1.5 മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് എക്സാമിനെ നിർത്താൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ 50 ദിവസം മുമ്പിലുണ്ട്. അതൊരു സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾ സെറ്റ് ചെയ്യുക, പഠിക്കുക. ഒരിക്കലും തോൽക്കരുത്, വിജയിക്കുമെന്നൊരു ലക്ഷ്യം, ആ ഒരു പ്രതിജ്ഞ. അതിനുവേണ്ടി എന്ത് കൊടുക്കുക, എഫേർട്ട് കൊടുക്കുക, മുന്നിലേക്ക് പോവാം, തല ഉയർത്തി മുന്നിലേക്ക് പോവാം. ഏതൊരു എക്സാം നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങിയിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചോ മക്കളെ. നമ്മുടെ സൂപ്പർ നോട്ട്സ് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഒരു പുതിയ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാത്സ്, റീസണിങ്, ദെൻ സയൻസ്, മാത്സ്, റീസണിങ്, സയൻസ്, കറണ്ട് അഫയേഴ്സ് ഫുള്ള് കാണാം. GK ഇമ്പോർട്ടന്റ് ഏരിയ മാത്രം വെച്ചുകൊണ്ട് സൂപ്പർ നോട്ട്സ് ഒരു അടിപൊളി ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ബാക്കി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം. അല്ല എങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. 8281223366 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോടാം. വെറും 250 പേർക്ക് മാത്രമേ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആഗ്രഹമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോ. നന്നായിട്ട് വർക്ക് ചെയ്തോ. ഇനിയും നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട് മക്കളെ. നന്നായിട്ട് വർക്ക് ചെയ്തോ. ക്ലാസ്സിൽ കാണാം.